Hello friends, welcome to Electron College. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു എക്സാം ടോപ്പിക്കിൻ്റെ ആൻസേഴ്സും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം നമ്പർ 13 ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KWA ഓപ്പറേറ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനെയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വി ഹാവ് പബ്ലിഷ്ഡ്, നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ന്യൂ റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും യൂസ്ഫുൾ ആവുന്നതാണ്. 2 ഇലക്ട്രിക്കലും ഓട്ടോമൊബൈൽ പാർട്സും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ബൈ ചെയ്യേണ്ട മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത് നോക്കി അത് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ വി വിൽ ബി മൂവിങ് ഓൺ ടു അവർ എക്സാം നമ്പർ 13. അത് AC ഫണ്ടമെൻ്റൽസ് ആയിരുന്നു നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ AC ഫണ്ടമെൻ്റൽസിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ആർ പൈ റേഡിയൻ, 2 പൈ റേഡിയൻ, 4 പൈ റേഡിയൻ ആൻഡ് 180 ഡിഗ്രീസ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ സ്ഥലത്തേക്ക് എൻഡ് ചെയ്യുന്നതാണ് ഒരു സൈക്കിൾ. ഓക്കെ, അപ്പം ഇത് 0 ഡിഗ്രിയും ഇത് പൈ ഡിഗ്രിയും ഇത് 2 പൈ ഡിഗ്രിയുമാണ്. പൈ ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയും 2 പൈ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ π/2 ഡിഗ്രി, അതായത് 90 ഡിഗ്രിയും ഇത് 3π/2 ആണ്, അതായത് 270 ഡിഗ്രീസുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നമ്മൾ ആ ഇതിലേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് പിന്നെയും ഇങ്ങനെ പോയി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മൾ എൻഡ് പോയിന്റിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈക്കിൾ. ദിസ് ഈസ് യുവർ 1 സൈക്കിൾ. ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തുവാണെങ്കിൽ ഇറ്റ് വിൽ ബി യുവർ സൈക്കിൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 മുതൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് 2 പൈ. നമ്മൾ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 പൈ റേഡിയൻ ആണ്. ഓക്കെ, സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 2 പൈ റേഡിയൻ. അതാണ് നമ്മുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആവറേജ് വാല്യൂ ഓഫ് എ സിമെട്രിക്കൽ AC വേവ്ഫോം ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ ഡാഷ് ഓഫ് ദ വേവ്ഫോം. ഓക്കെ, അതായത് നമ്മളൊരു ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് സിമെട്രിക്കൽ AC വേവ്ഫോം എന്ന്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു വേവ് ഫോമുകൾ നമ്മുടെ ആവറേജ് വാല്യൂ നമ്മളെങ്ങനെ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മുടെ സിമെട്രിക്കൽ വേവ് ഫോം അല്ലെങ്കിൽ ഒരു AC വേവ് ഫോമിൽ നമ്മുടെ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ആവറേജ് വാല്യൂ, നമ്മളിപ്പോൾ I ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ബി ഡ്രോയിങ് എ വേവ് ഫോം ലൈക്ക് ദിസ്, ബട്ട് സ്റ്റിൽ ഇത് 2 പൈ ഡിഗ്രി, ഇത് പൈ ഡിഗ്രി, ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറണ്ട് I ആണെങ്കിൽ ദിസ് വിൽ ബി യുവർ d തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ഹാഫ് സൈക്കിളാണോ ഫുൾ സൈക്കിളാണോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുൾ സൈക്കിൾ എടുക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താവും? ഈക്വലാണ്, ഒരേപോലെയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഫീലാണ് വരിക. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഇവിടെ നെഗറ്റീവ് വാല്യൂ എന്നുള്ളതാണ്. അപ്പം ഒരു സിമെട്രിക്കൽ, കാരണം ഇത് ഒരേപോലെയുള്ള സാധനമാണ്. അപ്പോൾ സിമെട്രിക്കൽ ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ക്യാൻസൽ ഔട്ട് ആവും. അപ്പം ഈ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ട് വരും. കാരണം ഈ പോസിറ്റീവ് ഈ നെഗറ്റീവും നേരെ ഓപ്പോസിറ്റ് വാല്യൂകളാണ്. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇതിനെ നമ്മൾ പോസിറ്റീവ് I എന്നും ഇതിനെ നമ്മൾ നെഗറ്റീവ് I എന്ന് എടുക്കുമ്പോൾ
പോസിറ്റീവ് ഐ പ്ലസ് നെഗറ്റീവ് ഐ ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ പറയുമ്പോൾ എത്ര വന്നു? 0 അല്ലേ വന്നത്. അപ്പം ഒരു സിമെട്രിക്കൽ എ സി വേവ് ഫോം ആണെങ്കിൽ നമ്മളെപ്പോഴും ആവറേജ് വാല്യൂ കാണുക ഏത് സൈക്കിൾ വെച്ചിട്ടേ ഉള്ളൂ? ഹാഫ് സൈക്കിൾ വെച്ചിട്ടേ കാണാൻ പാടുള്ളൂ. ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആ ആവറേജ് വാല്യൂ എത്രയായിട്ട് പോവും? 0 ആയിട്ട് പോവും. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ ഒരു സിമെട്രിക്കൽ എ സി വേവ് ഫോമിൽ കാണുമ്പോൾ വി ഹാവ് ടു ഓൾവേസ് ടേക്ക് അവർ ഹാഫ് സൈക്കിൾ ഓൺലി. ഹാഫ് സൈക്കിൾ കൊണ്ട് മാത്രമേ നമുക്ക് ആവറേജ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, so that is the case of your average value. Next question, the reciprocal of impedance. Impedance in the reciprocal എന്ത് എന്നുള്ളതാണ് ചോദ്യം. We all know നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഏത് സർക്യൂട്ടിലാണ് ഇമ്പിഡൻസിൻ്റെ ഇത് വരുന്നത്? അതായത് വി ആർ ഹാവിങ് 3 types ഓഫ് സർക്യൂട്ട്സ്. അതായത് നമുക്ക് ആർ സർക്യൂട്ട് ഉണ്ട്, അതുപോലെ എൽ സർക്യൂട്ട് ഉണ്ടാവും, സി സർക്യൂട്ട് ഉണ്ടാവും. അതായത് ഇത് പ്യുവറാണ്. ഓക്കെ, അപ്പം ആ 3 സർക്യൂട്ട്സ് വരും. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ വരും. ഏതൊക്കെ? ആർ എൽ വരും, ആർ സി വരും, ആർ എൽ സി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ പാസീവ് എലമെൻറ്റ്സ് കൊണ്ടുള്ള സർക്യൂട്ട്സിൻ്റെ കാര്യം. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഉള്ള ഒപ്പോസിഷൻ, ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റർ എലമെൻറ്റ് വെക്കുമ്പോൾ ഉള്ള ഒപ്പോസിഷൻ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഫ്ലോ ഓഫ് കറണ്ടിന് സിമിലർലി ഈ ഫ്ലോ ഓഫ് കറണ്ട് ഇഫ് യു ആർ ഹാവിങ് എ പ്യുവർ എൽ അല്ലെങ്കിൽ ഒരു പ്യുവർ സി സർക്യൂട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ വരുന്നതാണ് നമ്മുടെ റിയാക്റ്റൻസ്. ഓക്കെ, അവിടെ വരുന്നതാണ് നമ്മൾ റിയാക്റ്റൻസ്. അതായത് ഇപ്പോൾ എൽ സർക്യൂട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ റിയാക്റ്റൻസ് നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇനി സി സർക്യൂട്ട് മാത്രമാണെങ്കിൽ അവിടെ വരുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. ഇനി ഇഫ് യു ആർ ഹാവിങ് എ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർ എല്ലോ അല്ലെങ്കിൽ ആർ എൽ സിയോ ആർ എൽ സിയോ ആർ എല്ലോ ആർ സിയോ ആർ എൽ സിയോ സർക്യൂട്ടുകളാണ് വരുന്നതെങ്കിൽ യുവർ ടോട്ടൽ ഒപ്പോസിഷൻ വിൽ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് എ ന്യൂ ടേം, അതാണ് സെഡ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പിഡൻസ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പിഡൻസ്. അപ്പോൾ നമ്മൾ ഈ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനുകൾ എഴുതുമ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഒപ്പോസിഷനാണ് എക്സ്, ഇവിടുത്തെ ഒപ്പോസിഷനാണ് എക്സ് സി അല്ലേ. എക്സ് എൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? ഒമേഗ ഇൻറ്റു എൽ അല്ലേ. അതുപോലെ എക്സ് സി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു സി. ഓക്കെ, അപ്പം യു വിൽ ബി ഒമേഗ ഇൻറ്റു സി അല്ല, 1/ωc, എക്സ് സി 1/ωc. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ 2πf ഇൻറ്റു എൽ, അതുപോലെ 1/ωc എന്ന് പറഞ്ഞാൽ 2πf ഇൻറ്റു സി. ഇതാണ് നിങ്ങളുടെ എക്സ് എല്ലിൻ്റെയും എക്സ് സിൻ്റെയും ഇക്വേഷൻ. അത് ഏത് സർക്യൂട്ടിൽ വരുന്നതാണ്? പ്യുവർ അല്ലെങ്കിൽ പ്യുവർ സിയിൽ. ഇനി കോമ്പിനേഷൻ സർക്യൂട്ടുകളിലാണ് വരുന്നതെങ്കിൽ എല്ലാത്തിലും ഇമ്പിഡൻസ് ആണ് വരിക. ഓക്കെ, ഈ ഇമ്പിഡൻസിന് ഏതൊക്കെ സർക്യൂട്ടുകളിൽ എഴുതാം? ആർ എൽ എഴുതാം, ആർ സിയിൽ എഴുതാം, ആർ എൽ സിയിൽ എഴുതാം. ഇതിപ്പോൾ സപ്പോസ് നമ്മൾ ആർ എൽ സർക്യൂട്ടിലാണ് എഴുതുന്നതെങ്കിൽ വാട്ട് വിൽ ബി ഇമ്പിഡൻസ്? ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. ശരിയാണല്ലോ. ഇനി ആർ സി സർക്യൂട്ട് ആണെങ്കിലോ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. ഇനി ഒരു കോമ്പിനേഷൻ ആർ എൽ സി സർക്യൂട്ടാണ് വരുന്നതെങ്കിലോ ഇറ്റ് വിൽ ബി സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് സർക്യൂട്ടിലാണോ ഇമ്പിഡൻസ് എന്നുള്ള കാര്യം നോക്കിയിട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ സർക്യൂട്ട്സിൻ്റെ നമ്മുടെ ഇമ്പിഡൻസിൻ്റെ ഫോർമുലകൾ. അപ്പോൾ ചോദ്യം ഇതായിരുന്നില്ല, നമ്മുടെ ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് ഏത് തന്നെ ആയാലും, അതായത് ഇതിൻ്റെ യൂണിറ്റുകളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. സിമിലർലി ഈ റിയാക്റ്റൻസ്, അതായത് എക്സ് എൽ ആയാലും ശരി, എക്സ് എൽ എക്സ് സി ആയാലും ശരി, എല്ലാം ഓപ്പോസിഷനാണ്. അതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഓം ആണ്. സെഡും ഒപ്പോസിഷനാണ്. അപ്പോൾ സെഡിൻ്റെ യൂണിറ്റുകളും എന്താണ്? ഓം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കും. അങ്ങനെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ചോദ്യം ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക്, നമ്മൾ സെഡ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. സെഡിൻ്റെ കാര്യങ്ങൾ വി ഹാവ് ഓൾറെഡി ടോൾഡ്. ഇനി നമുക്ക് അതിലുള്ള ഇതെന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ് എന്നുള്ള സാധനമാണ്. അതായത് നമ്മുടെ അഡ്മിറ്റൻസ് ആണ്
അഡ്മിറ്റൻസ് ആണ് 1 ഇംപിഡൻസ്. ഓക്കെ, ഇതാണ് ഓർക്കേണ്ട പോയിന്റ്. അഡ്മിറ്റൻസ് ഈക്വൽ ടു 1 ഇംപിഡൻസ് എന്നുള്ളതാണ് കാര്യം. ഈ അഡ്മിറ്റൻസ് നമ്മൾ y എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇംപിഡൻസ് നമ്മൾ z എന്ന് റെപ്രസെൻ്റ്. അപ്പോൾ നമുക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു 1/z. അതായത് അഡ്മിറ്റൻസ് ആണ് 1 ഇംപിഡൻസ്. ഓക്കെ, അപ്പോൾ അഡ്മിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഓം ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓം ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സസെപ്റ്റൻസ് എന്നുള്ള ടേമും കൂടി നമുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു സർക്യൂട്ട്, ഒരു RL സർക്യൂട്ടാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നതെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഇംപിഡൻസ് ശരിക്കും എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ R+J×X എന്നാണ് എഴുതുക. R+J×X. ഈ R+J×Xലെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? √R² + XL² എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഇതിന് നേരെ റെസിപ്രോക്കൽ എടുക്കുവാണ്, എല്ലാ സാധനത്തിൻ്റെയും റെസിപ്രോക്കൽ എടുക്കുവാണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സർക്യൂട്ട്. ഇനി യു ആർ ടേക്കിംഗ് റെസിപ്രോക്കൽ. നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ്, യു വിൽ ബി ഗെറ്റിംഗ് y ഈസ് ഈക്വൽ ടു G + J×B. എന്താണ്? y ഈസ് ഈക്വൽ ടു G + J×B. ഈ y എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റെസിപ്രോക്കലാന്ന് പറഞ്ഞു? Z-ൻ്റെ. അതേപോലെ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് G. ഈ ജീനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി എക്സ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് സസെപ്റ്റൻസ് B. അപ്പോൾ ഈ സസെപ്റ്റൻസ് നമ്മൾ B കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻഡക്റ്റൻസ് നമുക്കറിയാം, അത് പ്രശ്നമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനങ്ങളാണെന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിഷനാണ് കണ്ടക്റ്റൻസ്, റിയാക്റ്റൻസിൻ്റെ ഓപ്പോസിഷനാണ് സസെപ്റ്റൻസ്, ഇംപിഡൻസിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അഡ്മിറ്റൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാം ഒരേ ടേമിൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഓഫ് സൈനുസോയ്ഡൽ AC ഈസ്. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ വേറെ പേരാണ് പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു സൈനുസോയ്ഡൽ AC സർക്യൂട്ടിൽ നമ്മുടെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മളൊരു സൈനുസോയ്ഡൽ സർക്യൂട്ടിലെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. √2 എന്ന് പറയുന്നത് 1.414 ആണ്. സോ 1.414 എന്നുള്ളതാണ് നമ്മുടെ ഏത് വാല്യൂ? പീക്ക് വാല്യൂ. ഓക്കെ, ബാക്കിയുള്ള വാല്യൂകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അതായത് ഈ 0.707 എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂ ആണ്? അത് നമ്മുടെ ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, അത് നമ്മുടെ ഏത് വാല്യൂ ആണ്? ആവറേജ് വാല്യൂ ആണ്. സോറി, അത് നമ്മുടെ RMS വാല്യൂ, ആവറേജ് വരല്ല, സോറി, അത് നമ്മുടെ RMS വാല്യൂ ആണ്. ഓക്കെ, ഇനി 0.637 എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഏത് വാല്യൂ? ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ. ഓക്കെ, ദിസ് ഈസ് യുവർ ആവറേജ് വാല്യൂ 0.637. RMS ഈസ് 0.707. പീക്ക് വാല്യൂ അല്ലെങ്കിൽ ഇത് 414 ആണ്. പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം 1.414. ദെൻ വാട്ട് ഈസ് യുവർ 1.11? ഈ വാല്യൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേം പഠിക്കുന്നുണ്ട് അല്ലേ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ യുവർ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് നിങ്ങളുടെ ഫോം ഫാക്ടർ. അപ്പോൾ യു ആർ ഗിവിങ് 0.707 ഡിവൈഡഡ് ബൈ 0.637. യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ as 1.11. സോ 1.11 എന്ന് പറയുന്ന സാധനം ഏതിൻ്റെ വാല്യൂ ആണ്? ഫോം ഫാക്ടറിൻ്റെ വാല്യൂ ആണ്. ഇതുപോലെ പീക്ക് ഫാക്ടറിൻ്റെ വാല്യൂ ആണ് ഈ 1.414. പീക്ക് ഫാക്ടറിൻ്റെ വേറെ പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A 3-phase 15 kVA load is having 0.8 power factor. The true power of the circuit is. We have already told that നമ്മുടെ ഒരു പവർ ട്രയാങ്കിൾ ഞാൻ വരച്ചു തന്നിരുന്നു അല്ലേ? പവർ ട്രയാങ്കിൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇഫ് യു ആർ ഹാവിങ് എ ആംഗിൾ ലൈക്ക് ദിസ്, ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ
റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പി. ദെൻ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ക്യൂ. ദെൻ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് പവറിനെയാണ്? ട്രൂ പവറിനെയാണ്. ട്രൂ പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ടാണ്. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിയാക്റ്റീവ് പവറാണ്. ഓക്കെ, റിയാക്റ്റീവ് പവർ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ kVAR ആണ്. എസ് എന്ന് പറയുന്നത് അപ്പാരൻ്റ് പവറാണ്. അപ്പാരൻ്റ് പവർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ kVA. ഓക്കെ, ഇങ്ങനെ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ you will be getting as നമ്മൾ cos phi ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പവർ ഫാക്ടർ എന്നുള്ള ടേമാണ്. ഓക്കെ, അപ്പോൾ പവർ ഫാക്ടർ എന്നുള്ള ടേമിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു തിരുത്തുണ്ട്. ഓക്കെ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഐ വിൽ ഡ്രോ അനദർ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ട് വേണ്ട, ഐ വിൽ ഡ്രോ അനദർ സർക്യൂട്ട്. അത് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. വി വിൽ ഡു ഇൻ അനദർ സർക്യൂട്ട്. ഇഫ് ഐ ആം ഡ്രോയിങ് എ triangle like this, then we will be having points like this O, A, B, etc. ഇവിടെ ഒരു ആംഗിൾ ഫൈ ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ ഫൈയുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് പി. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ക്യൂ ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഈസ് എസ്. ഓക്കെ, ഇതിലെ ഈ പി എന്ന് പറയുന്നത് ട്രൂ പവറാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്റ്റീവ് പവർ എന്ന് വിളിക്കും. ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ. ദെൻ ക്യൂ എന്ന് പറയുന്നതാണ് റിയാക്റ്റീവ് പവർ. ഓക്കെ, ക്യൂ എന്ന് പറയുന്നതാണ് റിയാക്റ്റീവ് പവർ. ദെൻ എസ് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ അപ്പാരൻ്റ് പവർ. ഓക്കെ, എസ് ആണ് നമ്മുടെ അപ്പാരൻ്റ് പവർ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. പി എന്ന് പറയുന്നത് എന്താണ്? KW. ദെൻ ക്യൂ എന്ന് പറയുന്നത് kVAR. ദെൻ എസ് എന്ന് പറയുന്നത് kVA. ഓക്കെ, ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻസ്. ഓക്കെ, അപ്പം ഈ റെപ്രസെൻറ്റേഷൻസ് ആവുമ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഓരോ ടേമുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെ നമ്മൾ ആദ്യം സൈൻ ഫൈ എഴുതുന്നു. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ Q/S ആണ്. സിമിലർലി കോസ് ഫൈ ഈക്വൽ ടു P/S. ഓക്കെ, ടാൻ ഫൈ ഈസ് ഈക്വൽ ടു Q/P. ദെൻ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോസ് ഫൈ എന്നുള്ള ടേമിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഈ കോസ് ഫൈ ആണ് നമ്മുടെ എന്ത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പവർ ഫാക്ടർ? അപ്പോൾ ഈ പവർ ഫാക്ടറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു നമ്മുടെ പി പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ KW / S എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് പവർ kVA. ഓക്കെ, അപ്പം KW / kVA ആണ്. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പവർ ഫാക്ടർ തന്നിട്ടുണ്ട്, എത്രയാണ്? 0.8. അപ്പോൾ 0.8 ഈസ് ഈക്വൽ ടു KW ആണ് നമുക്ക് കാണേണ്ടത്, ഡിവൈഡഡ് ബൈ KVA തന്നിട്ടുണ്ട്, എത്രയാണ്? 15. സോ നമുക്ക് KW എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 × 0.8 അല്ലേ? 15 × 0.8. യുവർ ആൻസർ വിൽ ബി വാട്ട്? 15 × 8 40 120. അതായത് ഇറ്റ് വിൽ ബി 12 കിലോ വാട്ടാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ കിലോ വാട്ട് എന്ന് പറയുന്നത് ഏത് പവറാണെന്ന് അറിഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. ഏതാണ്? ട്രൂ പവർ. അപ്പോൾ ട്രൂ പവർ എന്ന് പറഞ്ഞാൽ കിലോ വാട്ടാണെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ആൻസർ ഏത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് 12 kW ആസ് ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്.
ദെൻ നെക്സ്റ്റ് പവർ ഫാക്ടർ. നമ്മളിപ്പം പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ആ പവർ ഫാക്ടർ വി വിൽ ബി ഡിഫൈനിങ് ദ പവർ ഫാക്ടർ ഇൻ അനദർ ടേംസ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇത് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ പവർ ട്രയാങ്കിൾ എന്നാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ഈ ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് നമ്മൾ പവറാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിളാണ്, അതാണ് ഇംപെഡൻസ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ഇംപെഡൻസ് ട്രയാങ്കിളിൽ നമ്മൾ ആ ഓപ്പോസിഷനുകളെയാണ് നമ്മൾ എടുത്തെഴുതാൻ ശ്രമിക്കുന്നത്. സോ യു വിൽ ബി ഹാവിങ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്, ഒരു റൈറ്റ് ആംഗിൾ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് ഇതാണ് ഫൈ എങ്കിൽ യുവർ റെപ്രസെൻറ്റേഷൻ ആസ് ആർ എക്സ് സെഡ്. ഓക്കെ, അതായത് സൈൻ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ബൈ സെഡ് ആയിരിക്കും. കോസ് ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ സെഡ് ആണ്. ടാൻ ഫൈ എന്ന് ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ എക്സ് എന്നുള്ളതാണ്. ഓക്കെ, നേരെ തിരിച്ചാണ്. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ സെഡും കോസ് ഫൈ എന്ന് പറഞ്ഞാലാണ് ആർ ബൈ സെഡ്. ഓക്കെ, ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ആർ. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ഈ കോസ് ഫൈ എന്നുള്ള ടേമിനെ തന്നെയാണ് നമ്മൾ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. കാരണം കോസ് ഫൈ എന്ന് പറയുന്ന സാധനമാണ് എന്ത്? പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസും എക്സ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻസും സെഡ് ആണ് നമ്മുടെ ഇംപെഡൻസ്. നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അപ്പോൾ വീണ്ടും പവർ ഫാക്ടർ എഴുതുമ്പോൾ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ആർ റെസിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ ആരാണ്? ഇംപെഡൻസ് ആണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആർ ബൈ സെഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബൈ ഇംപെഡൻസ്. സോ ദിസ് ഈസ് ദ പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്, പവർ ഫാക്ടറിൻ്റെ കൺസെപ്റ്റ്. പവർ ഫാക്ടർ രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം, അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. കോസ് ഫൈ ഈക്വൽ ടു ആർ ബൈ സെഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ബൈ എസ് എന്നും എഴുതാം, അല്ലേ? അത് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ എന്ന് എഴുതാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബൈ ഇംപെഡൻസ്. രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. ആരെ റെപ്രസെൻറ്റ് ചെയ്യാം? പവർ ഫാക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് അപ്പാരൻറ്റ് പവർ. നമ്മളിതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് വെരി ഈസിയാണ്. എന്താണ്? അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? കെ വി എ. അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് കെ വി എ. കെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് പവറാണ്. അതുപോലെ കെ വി എ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റീവ് പവറാണ്. ദെൻ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ഓക്കെ, എനർജി നമ്മൾ താരിഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എഴുതാറില്ല. ഇപ്പോൾ കിലോ വാട്ട് ഇലക്ട്രിക്കൽ എനർജി യൂണിറ്റാണ് കിലോ വാട്ട് അവർ എന്ന് ഓർത്താൽ മതി. ഇനി അടുത്ത ചോദ്യം. ഇൻ എ സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് സിസ്റ്റം. ഒരു സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 2 ടൈപ്പ് കണക്ഷനുള്ള സ്റ്റാറും ഉണ്ട്, ഡെൽറ്റയും ഉണ്ട്. സ്റ്റാറിലാകെ ഒരു കാര്യം പഠിക്കാനുള്ളൂ. സ്റ്റാറിൽ നമ്മുടെ ലൈൻ കറണ്ട് ഈക്വൽ ടു എന്താണ്? ഫേസ് കറണ്ട് ആണ്. പക്ഷേ നമ്മുടെ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി √3 ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏതിൽ വരുന്നത്? ദിസ് ഈസ് റിലേറ്റഡ് ടു യുവർ സ്റ്റാർ കണക്ഷൻ. ഇനി ഡെൽറ്റ ആണെങ്കിലോ? ഡെൽറ്റ ആണെങ്കിൽ വി എൽ ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു യുവർ ഫേസ് വോൾട്ടേജ് ആൻഡ് യുവർ ലൈൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു √3 ഫേസ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഈ ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ഡെൽറ്റ കണക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിയുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ അതിൽ ഓക്കെ, ഇത് √3 ആണ് ഓപ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് √3 അല്ല, ഇത് 3 തന്നെയാണ്. അപ്പോൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ഫേസ് വോൾട്ടേജ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ക്വസ്റ്റ്യനിലും എല്ലാം ഫേസ് വോൾട്ടേജിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി എൽ ബൈ √3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഫേസ് വോൾട്ടേജ് ഈക്വൽ ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3. സോ ഓപ്ഷൻ ഏതാണ്? സി ആണ് നമ്മുടെ ഓപ്ഷൻ. ഇനി ഫേസ് വോൾട്ടേജ് ഈക്വൽ ലൈൻ വോൾട്ടേജ് ഏത് കണക്ഷനിലായിരുന്നു? നമ്മുടെ ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ശരിയായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റാർ കണക്ഷനാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വൺ. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ പവർ ഇൻ എ ബാലൻസ്ഡ് 3 ഫേസ് ലോഡ്.
If both wattmeters indicate equal and positive reading, then the power factor. Okay, രണ്ടും ഈക്വലും അതുപോലെ തന്നെ പോസിറ്റീവ് റീഡിംഗ് ആണെങ്കിൽ ഏതാണ് ഉത്തരം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 2 വാട്ട്മീറ്റർ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, എല്ലാം എക്സ്പ്ലെയിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ 2 വാട്ട്മീറ്റർ റീഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. 2 വാട്ട്മീറ്റർ റീഡിങ്ങിൽ വരുന്ന, അതായത് 2 വാട്ട്മീറ്റർ മെത്തേഡിൽ വരുന്ന പവർ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അനാലിസിസ് നടത്താം. അപ്പം നടത്തുമ്പോൾ നമുക്ക് 2 വാട്ട്മീറ്ററാണുള്ളത്. ഓക്കെ, അപ്പോൾ 2 വാട്ട്മീറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് W1 എന്നും W2 എന്നും. ഓക്കെ, അപ്പോൾ W1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി VL/IL cos 30 + 5 എന്ന് പറയുന്ന ആംഗിൾ, ദെൻ VL/IL cos 30 - 5 എന്നുള്ളതാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മൾ 2 പവർ ആഡ് ചെയ്യുവാണ്, W1 + W2 ആണ് ചെയ്യുമെങ്കിൽ നിങ്ങളത് ലാസ്റ്റ് ആൻസർ കിട്ടുക, യു വിൽ ബി ഗെറ്റിംഗ് √3 VL/IL cos 5. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ √3 VL/IL cos 5. ഇനി നമ്മൾ W2 - W1 ആണ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ VL/IL sin 5 ആയിരിക്കും നിങ്ങളുടെ ഉത്തരം. ഓക്കെ, നമ്മൾ ഇത് രണ്ടും കിട്ടി, നമ്മൾ ഈ സൈനും ഫൈൻ്റെ അടുത്ത് നമ്മൾ tan 5 എഴുതും. സോ യു വിൽ ബി ഗെറ്റിംഗ്, അതായത് sin 5 ഈ ടേം ഡിവൈഡഡ് ബൈ ഈ ടേം ചെയ്യുക. അപ്പോൾ tan 5 വിൽ ബി ഈക്വൽ ടു √3 × W2 - W1 ഡിവൈഡഡ് ബൈ W1 + W2. ഇതാണ് നമ്മൾ എടുക്കുന്ന ആംഗിളിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ 5 മാത്രം എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് tan ഇൻവേഴ്സ് √3 × W2 - W1 ഡിവൈഡഡ് ബൈ W1 + W2. ഇതാണ് നിങ്ങളുടെ ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ യുവർ ഫേസ് ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി tan ഇൻവേഴ്സ് √3 × W2 - W1 ഡിവൈഡഡ് ബൈ W1 + W2. ഇപ്പോൾ നിങ്ങളോട് ഫേസ് ആംഗിൾ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ ഫേസ് ആംഗിളിൽ നമ്മളിത് എപ്പോഴും ജനറലി പറയുവാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഹയർ റീഡിംഗ് എടുത്താൽ മതി. ഇത് നെഗറ്റീവ് ആക്കാണ് നിൽക്കണം. ഹയർ റീഡിംഗ് മൈനസ് ലോവർ റീഡിംഗ് എടുത്താൽ മതി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് ആക്ച്വലി നമ്മൾ ഓരോ ലോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഓരോ പവർ ഫാക്ടറിൽ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നിൽക്കുക. അപ്പോൾ ഓരോ പവർ ഫാക്ടറും നോക്കാം. ആദ്യം when power factor is യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് ആംഗിൾ ഫൈ എത്രയാണ്? 0 അല്ലേ? കാരണം നിങ്ങളുടെ കോസ് ഫൈ എന്ന് പറയുന്നത് 1, അതായത് പവർ ഫാക്ടർ 1 എങ്കിൽ ഇവിടെ കോസ് എപ്പോഴാണ് 1 ആവുക? കോസ് 0 അല്ലേ 1, അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ 0 ഉള്ള സാധനം നമ്മൾ ഇവിടെ 2 പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇവിടെ 0 ഇവിടെയും 0. അതായത് ഇത് രണ്ടും ഒരേപോലെയല്ലേ ഉള്ളത്? അതായത് VL/IL cos 30 + 5 30 - 5 എന്ന് പറഞ്ഞാൽ ഒരേപോലെയല്ല. അപ്പം നമ്മൾ W1 എന്ത് കിട്ടും? VL/IL cos 30 എന്ന് കിട്ടും. സിമിലർലി W2 എന്ത് കിട്ടും? VL/IL cos 30 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് പവർ ഫാക്ടർ യൂണിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ W1ഉം W2ഉം എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ രണ്ടും ഈക്വൽ ആണെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഏത് റീഡിങ്ങുമാണ്? പോസിറ്റീവ് റീഡിംഗ് അല്ലേ? രണ്ടും ഇവിടെ പ്ലസ് എന്നുള്ള രീതിയിലല്ലേ പോസിറ്റീവ് റീഡിങ്ങുകളല്ലേ വരുന്നത്. അപ്പം പവർ ഫാക്ടർ യൂണിറ്റി ആകുമ്പോഴാണ് നമുക്ക് ഈക്വലും പോസിറ്റീവ് റീഡിങ്ങും കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ്, നമ്മൾ എല്ലാ കേസും ജസ്റ്റ് ഒന്ന് നോക്കാം. പവർ ഫാക്ടർ 0.5 ആവുന്ന കേസ്. 0.5 ആവുക എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്രയായിരിക്കണം? 60 ആയിരിക്കണം. കാരണം കോസ് 60 എന്ന് പറയുന്നത് എത്രയാണ്? അതാണ് 0.5. ഓക്കെ, അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ W1ൻ്റെ വാല്യൂ എത്ര വരിക? നിങ്ങളിവിടെ 60 കൊടുക്കുക. അപ്പോൾ കോസ് 30 + 60 എന്ന് പറഞ്ഞാൽ കോസ് 90. കോസ് 90 എന്ന് പറയുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. കോസ് 90 0 അല്ലേ? പിന്നെ ബാക്കി ആരാളുള്ള? W2 എന്ന് പറഞ്ഞാൽ -60 ആണ് വരിക. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് -30 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അഗെയിൻ കോസ് 30 തന്നെ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ VL/IL cos 30 എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം.
ഓക്കെ, കോസ് 30 വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം. യു ക്യാൻ റൈറ്റ് 0.866 VLIL എന്ന് എഴുതാം. കാരണം കോസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? √3/2, അതാണ് 0.866. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെയും എഴുതാം. അപ്പോൾ അതാണ് ഉത്തരം എന്ന് മനസ്സിലായി. 0.5 ആകുമ്പോൾ അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാം, അതായത് 1 വാട്ട് മീറ്റർ 0 ആവുന്ന സമയത്ത്, അത് 1 വാട്ട് മീറ്റർ റീഡിയം 0 ആവുന്ന കേസിൽ പവർ ഫാക്ടർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? പവർ ഫാക്ടർ 0.5 ആണ്, അഥവാ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി മൂന്നാമത്തെ കേസ്, നിങ്ങളുടെ പവർ ഫാക്ടർ നിങ്ങൾ 0 ആക്കുക. പവർ ഫാക്ടർ എപ്പോഴാണ് 0 ആവുക? കോസ് 90 കൊടുത്താൽ പവർ ഫാക്ടർ എത്രയാണ്? 0. അതായത് നിങ്ങളുടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രീസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രീസ്. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി എടുക്കുമ്പോൾ യു വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 30 + 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ 30 - 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ VLIL sin 30 എന്നും, അതുപോലെ W2 വിൽ ബി VLIL sin 30 തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി കയറി വരും. അതായത് നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം ആണ്. ഏതാ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ VLIL sin 30 സെയിം ആണ്. ഇവിടെയും VLIL sin 30 തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അതായത് ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? 2 വാട്ട് മീറ്റർ റീഡിങ്ങും എന്താണ്? ഈക്വൽ ആണ്, പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പം 3 കേസുകളാണ് കേസ്. ഒന്നാമത്തെ കേസ് രണ്ടും പോസിറ്റീവ് ആണ്, പിന്നെന്തുവാണ്? ഈക്വൽ ആണ്. ഏതാ കേസ്? യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ കേസ്. ഇനി 0.5 പവർ ഫാക്ടർ ആകുമ്പോഴോ ഒരു റീഡിങ് എന്താവും? 0 ആവും, മറ്റേ റീഡിങ് വാല്യൂ തരും. ഇനി 0 കേസ് അല്ലെ, പവർ ഫാക്ടർ 0 ആകുമ്പോഴുള്ള അവസ്ഥയോ രണ്ടും ഒരേ വാല്യൂ ആണ്, പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് സൈനാണ് കിട്ടുക. ഓക്കെ, ഇനി നാലാമതായിട്ടൊരു കേസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 കേസുകളിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നാലാമതൊരു കേസ് എന്ന് വെച്ചാൽ വെൻ പവർ ഫാക്ടർ ഈസ് ലെസ് ദാൻ 0.5, 0.5 താഴെ ബട്ട് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതായത് വെൻ യുവർ 90 ഗ്രേറ്റർ ദാൻ 5, അതായത് ഗ്രേറ്റർ ദാൻ 60 എന്നുള്ള ലെവൽ, അതായത് പവർ ഫാക്ടർ 0.5-നെക്കാട്ടിയും താഴെയാണ് എങ്കിൽ, പവർ ഫാക്ടറിൽ താഴെയാണ് എങ്കിൽ നമ്മളെ റീഡിങ്ങുകൾ എങ്ങനെയാണ് വരിക? പവർ ഫാക്ടറിന് താഴെയാണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് റീഡിങ്ങും കൃത്യം വാല്യൂ ഒന്നുമില്ല. ഓക്കെ, ഒരെണ്ണം നെഗറ്റീവ് റീഡിങ്ങും ആയിരിക്കും. ഓക്കെ, അതായത് ഒരെണ്ണം പോസിറ്റീവ് റീഡിങ്ങും ഒരെണ്ണം എന്തായിരിക്കും? നെഗറ്റീവ് റീഡിങ്ങും. ഈക്വൽ ഒന്നല്ല, പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച 3 സ്ഥലത്തും എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. പക്ഷേ ഇവിടെ ലെസ് ദാൻ 0.5 ആണെങ്കിൽ എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ രണ്ടും വേറെ വേറെ റീഡിംഗ് ആണ്, പക്ഷേ എന്തായാലും ഈക്വൽ അല്ല. ഈക്വൽ ആവുന്ന കേസ് നമ്മൾ പഠിച്ചു, ഈക്വലും ഓപ്പോസിറ്റും ആണ്. ഇപ്പോൾ 0, പക്ഷേ ലെസ് ദാൻ 0.5 ആകുമ്പോൾ ഈക്വൽ അല്ല, പക്ഷേ ഏതൊക്കെയാണ്? പോസിറ്റീവ് റീഡിങ്ങും നെഗറ്റീവ് റീഡിങ്ങും ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4 കേസുകൾ വരുന്നത്. ഈ 4 കേസുകളിൽ നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിലെ കേസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഈക്വലും അതുപോലെ പോസിറ്റീവും, ഏതാ കേസ്? ഈക്വലാണ്, അറ്റ് ദ സെയിം ടൈം പോസിറ്റീവ് ആണ്. അതായത് പവർ ഫാക്ടർ എന്തായിരിക്കും? യുവർ പവർ ഫാക്ടർ വിൽ ബി യൂണിറ്റി. ഓക്കെ, ഈ പവർ ഫാക്ടർ എപ്പോഴാണ് 0 ആവുക? 0 ആവുന്ന കേസ് എത്രയാ? പവർ ഫാക്ടർ 0 ആവുന്ന കേസിൽ എന്താണ് സംഭവിക്കുക? 0 ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഓക്കെ, അതായത് ഇവിടെ ഈക്വലുള്ള സംഭവം ശരിയാണ്, പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ ഈക്വലും ഓപ്പോസിറ്റ് എന്നാണെങ്കിൽ പവർ ഫാക്ടർ എത്രയാണ്? 0. 0.5 എപ്പോഴാണ് വരിക? 0.5 വരുന്നത് പവർ ഫാക്ടറിൽ 1 വാട്ട് മീറ്റർ 0 ആവുന്ന സമയത്ത് പവർ ഫാക്ടർ അല്ലെങ്കിൽ റീഡിങ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 1 വാട്ട് മീറ്റർ നിങ്ങൾക്ക് റീഡിങ് തരുന്നുണ്ട്, പറഞ്ഞാൽ തരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0.5. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ദിസ് ഈസ് ദ 2 വാട്ട് മീറ്റർ മെത്തേഡ്. അപ്പം ഇത് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇത് പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? അനലൈസ് ചെയ്യാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിൽ ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Power factor of an inductive circuit is usually
ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് എ കപ്പാസിറ്റർ ടു ഇറ്റ് ഇൻ. എവിടെ നമ്മൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ, അതായത് നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മളെ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P/S ആണ്, ശരിയല്ലേ? അതായത് KW ഡിവൈഡഡ് ബൈ KVA ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ ഫാക്ടറിൻ്റെ വാല്യൂ ഷുഡ് ബി ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമ്മളെപ്പോഴും പവർ ഫാക്ടർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും പവർ ഫാക്ടർ ഉണ്ടാവണം എപ്പോഴും. ഇത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പവർ ഫാക്ടർ ഭയങ്കര ലോ ആവാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഹൈ ആവാനും പാടില്ല. അപ്പോൾ ഇതൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന, അപ്പോൾ ചില സമയത്ത് ഈ പവർ ഫാക്ടർ വളരെ കുറയാം. അതിനുള്ള സാധ്യതയാണ് നമ്മളൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് വിൽ ബി ലാഗിങ് യുവർ വോൾട്ടേജ്. ഓക്കെ, കറണ്ട് ലാഗ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പം ഇത് ഏത് ഫേസിലാണ് ഉള്ളത്? ഇപ്പോൾ ഒരു 3 ഫേസാണുള്ളത് നമുക്ക്, ലാഗിങ്, ലീഡിങ്, യൂണിറ്റി ആണ്. ഇപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടുകളാണെങ്കിൽ അത് ഏത് ഫേസിലുണ്ടാവുക? ലാഗിങ് ഫേസിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ലാഗിങ് ഫേസിലാവുമ്പോൾ നമ്മളെ പവർ ഫാക്ടർ ഈസ് വെരി ലോ. പവർ ഫാക്ടർ ഭയങ്കര കുറവാകുന്ന സമയമാണ്. അപ്പോൾ പവർ ഫാക്ടർ കുറവാകുന്ന സമയത്ത് നമുക്ക് ഈ പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, നിങ്ങൾ ആ പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ആക്ച്വലി നമ്മളൊരു ലീഡിങ് സർക്യൂട്ടിനെ അവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം ലീഡിങ് സർക്യൂട്ടുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കറണ്ടിനെ ലീഡ് ചെയ്യുന്ന സർക്യൂട്ട്, അതായത് കറണ്ട് ലീഡ്സ് വോൾട്ടേജ്, വോൾട്ടേജിനെ കറണ്ട് വിത്ത് റെസ്പെക്ട് ലീഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ കറണ്ടിനെ ലീഡ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ജസ്റ്റ് യൂസ് എ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ശരിയല്ലേ? ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാഗിങ് ഫേസിലുള്ള സാധനം ഏതിലേക്ക് ജമ്പ് ആയിക്കോളും? ലീഡിങ് ഫേസിലേക്ക് ജമ്പ് ആയിക്കോളും. അതായത് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ലാഗിങ് ഫേസ് ലീഡിങ് ഫേസിലേക്ക് പോവാം. അതായത് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുവാണ്? പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യുവാണ്. ശരി, അപ്പോൾ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാം. ഇത് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാരലലി ആണ് കണക്ട് ചെയ്യേണ്ടത്. ഒരു ലോഡിൻ്റെ എക്രോസ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ലോഡാണെങ്കിൽ ലോഡിൻ്റെ എക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പവർ ഫാക്ടറിനെ കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോഴാണ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് ഏറ്റവും വലിയ നല്ല സർക്യൂട്ടായിട്ട് വരുന്നത്. ഇനി പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിൽ മെത്തേഡുകളുണ്ട് 2-3, നമ്മൾ കൂട്ടത്തിൽ അതും പറഞ്ഞു പോവാം. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ അറിയാമല്ലോ, P/S ആണ്, അതായത് കിലോ വാട്ട് ബൈ കിലോ KVA ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ പവർ ഫാക്ടർ ഈസ് വെരി ലോ. പവർ ഫാക്ടർ വളരെ കുറയുവാണെങ്കിൽ നിങ്ങളുടെ KVA റേറ്റിംഗ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, KVA റേറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷീനുകൾക്കൊക്കെ എപ്പോഴും റേറ്റിംഗ് KVAയിലാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ മെഷീനുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മളെ റേറ്റിങ്ങുകളൊക്കെ എപ്പോഴും കിലോ വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA റേറ്റിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ KVA റേറ്റിംഗ് ആവുന്നത് കൊണ്ട് തന്നെ പവർ ഫാക്ടർ വളരെ കുറയുകയാണെങ്കിൽ നിങ്ങൾ KVA റേറ്റിംഗ് കൂടും. അതായത് KVA റേറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ്റെ റേറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ അത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം പവർ ഫാക്ടർ കുറഞ്ഞൊരു സമയത്ത് നിങ്ങൾക്കൊരു 10 KVA മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മളൊരു പവർ ഫാക്ടർ ഒരു മീഡിയം ലെവലുള്ള സാധനമാണെങ്കിൽ നിങ്ങൾക്ക് 5 KVA മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പവർ ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ റേറ്റിംഗ് KVA ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? സൈസിനെയാണ്. ഓക്കെ, അപ്പം ഈ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പവർ ഫാക്ടർ കൂടുക, അല്ല പവർ ഫാക്ടർ കുറയാന്ന് പറഞ്ഞാൽ സൈസ് കൂടാനുള്ള കാരണക്കാരനാവും. അങ്ങനെ സൈസ് കൂടുവാണെങ്കിൽ മെഷീൻ്റെ വെയിറ്റ് കൂടൂലേ? അല്ലേ, വെയിറ്റ് കൂടുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് കുറേ വലിയ സൈസുള്ള മെഷീൻ ഉപയോഗിക്കുന്ന അൾട്ടിമേറ്റ്ലി അതിൻ്റെ കോസ്റ്റും എന്ത് ചെയ്യും? കൂടും. അല്ലേ, അപ്പോൾ ഒരു ഭയങ്കര കോസ്റ്റുള്ള ഒരു മെഷീനായിട്ട് അത് മാറും. എങ്ങനെ? എപ്പോൾ? നിങ്ങൾ പവർ ഫാക്ടർ കുറഞ്ഞ സമയത്താണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ. അപ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞ സമയത്താണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ KVA റേറ്റിംഗ് കൂടും. അതായത് ആ മെഷീൻ്റെ സൈസ് കൂടും, ആ മെഷീൻ്റെ വെയിറ്റ് കൂടും, ആ മെഷീൻ്റെ അൾട്ടിമേറ്റ്ലി കോസ്റ്റും കൂടും.
അപ്പം അങ്ങനെ കോസ്റ്റ് കൂടുന്നത് സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ നമ്മൾ എങ്ങനെ ശ്രമിക്കണം? നിങ്ങളെ പവർ ഫാക്ടർ ഒരു മീഡിയം ലെവലിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനുള്ള മെത്തേഡുകളാണ് എന്ത്? പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ്. ഓക്കെ, അങ്ങനെ മെത്തേഡ്സിൽ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാറ്റിക് കപ്പാസിറ്ററുകളെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ കപ്പാസിറ്റർ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യുക. അതുപോലെ സിങ്ക്രണസ് കണ്ടൻസറുകൾ ഉപയോഗിക്കുക. അതായത് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ സിങ്ക്രണസ് മോട്ടർ ഓവർ എക്സൈറ്റഡിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള സാധനത്തിനെയാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതങ്ങനെ ഓവർ എക്സൈറ്റഡ് എന്ന് പഠിക്കാനില്ല, പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കുക. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് മോട്ടർ ഓവർ എക്സൈറ്റഡിൽ യൂസ് ചെയ്യുമ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ ഓവർ എക്സൈറ്റേഷൻ നമുക്ക് ലീഡിങ് പവർ ഫാക്ടറാണ് തരിക സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ. അങ്ങനെ ലീഡിങ് പവർ ഫാക്ടർ തരുന്നതുകൊണ്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സിങ്ക്രണസ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് അഡ്വാൻസേഴ്സ് ആണ്. ഓക്കെ, ഫേസ് അഡ്വാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാഗിങ് ഫേസിലാണുള്ളത്. അവിടെ നമ്മൾ ഏതിലേക്ക് കൊണ്ടുവരണം? നമ്മൾ ലീഡിങ് ഫേസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ വി ഹാവ് ടു യൂസ് ദിസ് തിങ്. ഓക്കെ, അപ്പോൾ ഫേസ് അഡ്വാൻസേഴ്സ് ലാഗിങ് സാധനത്തിന് നമ്മൾ ഏതിലേക്ക് കൊണ്ടുവരണം? ലീഡിങ്ങിലേക്ക് കൊണ്ടുവരണം. അപ്പം പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ഓർക്കുക. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുക, സിങ്ക്രണസ് കണ്ടൻസറുകൾ ഉപയോഗിക്കുക, ഫേസ് അഡ്വാൻസറുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇത് മൂന്നാണ് മെത്തേഡ്. ഇതിൽ ഏറ്റവും ചെറിയ മെത്തേഡാണ് എന്ത്? നമ്മൾ കപ്പാസിറ്ററുകളെ വെറുതെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ പാരലായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, പവർ ഫാക്ടർ കുറയുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞു. പവർ നമ്മളെ KVA റേറ്റിംഗ് ഒക്കെ കൂടും. ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പം ദീസ് ആർ ദ മെത്തേഡ്സ് ഫോർ യുവർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, സോ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് യുവർ പവർ, നിങ്ങളുടെ പവറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പവർ P ഈസ് ഈക്വൽ ടു √3 VI cos φ. അതായത് സാധാരണ പവറിൻ്റെ ഇക്വേഷൻ √3 VI cos φ എന്നുള്ള പവർ ഏത് ലോഡിന് അപ്ലിക്കബിൾ ആണ്? സിമ്പിൾ ചോദ്യമാണ്. സിംഗിൾ ഫേസ്, 2 ഫേസ്, DC ആണോ 3 ഫേസിലാണോ? നമ്മൾ 3 ഫേസ് ലോഡിലാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. പവർ P ഈസ് ഈക്വൽ ടു √3 VI cos φ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഡാഷ് വേവ് ഈസ് ദ പീക്കിയസ്റ്റ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന വേവുകളിൽ ഏറ്റവും പീക്ക് വാല്യൂ വരുന്ന വേവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇതിൽ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ സ്ക്വയർ വേവിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവിൻ്റെ വാല്യൂസൊക്കെ 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ RMS വാല്യൂ മറ്റുള്ള വാല്യൂ ഒക്കെ നോക്കിയാൽ 1 ആയിരിക്കും. ഇതിൽ ഏറ്റവും പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ട്രയാങ്കുലർ വേവ്. അതിന് പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൽ ഏതായിരിക്കും? ട്രയാങ്കുലർ വേവാണ് പീക്കായിട്ട് വരുന്നത്. ഫേസ് സീക്വൻസ് ഈസ് ദ ഓർഡർ ഓഫ് അറ്റൈനിങ്. ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഏത് വാല്യൂ അറ്റൈൻ ചെയ്യാനാണ് നമ്മൾ ഓർഡർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാനാണ്. ഓക്കെ, ഇസ് ദ ഓർഡർ ഓഫ് അറ്റൈനിങ് മാക്സിമം വാല്യൂ. RMS വാല്യൂ ആൻഡ് മീൻ വാല്യൂ ഇസ് ദ സെയിം ഇൻ കേസ് ഓഫ് RMS വാല്യൂ മീൻ വാല്യൂം സെയിം ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. RMS വാല്യൂയും മീൻ വാല്യൂയും ഒരേ വാല്യൂ ആണ്, 1 തന്നെയാണ്. ഓക്കെ, ഏതിലാണെന്ന് ചോദിച്ചാൽ സ്ക്വയർ വേവിലാണ് കേട്ടോ. RMS വാല്യൂ, മീൻ വാല്യൂ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ്? ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, രണ്ട് വാല്യൂകളും സെയിം ആണ്. ഇതിലാണ് സ്ക്വയർ വേവിലാണ്. ഓക്കെ, ഫോം ഫാക്ടർ ഓഫ് DC വോൾട്ടേജ്. ഓക്കെ, ഫോം ഫാക്ടർ എന്ന് പറയുന്ന സാധനം നമ്മുടെ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ DC വോൾട്ടേജ്. ഓക്കെ, DC വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുമെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂണിറ്റി. ഓക്കെ, യൂണിറ്റി ആയിരിക്കും ഫോം ഫാക്ടർ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് പവർ ഈസ് 0. ഓക്കെ, അതായത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 0 അല്ലേ? കാരണം അവിടെ ഫേസ് ഡിഫറൻസ് 0 അല്ല, ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 അല്ലേ? ഓക്കെ, അതായത് ഇപ്പോൾ ഒരു R സർക്യൂട്ട് ആണെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടറാണ്. ഒരു R സർക്യൂട്ട് യൂണിറ്റി പവർ ഫാക്ടറാണ്. അതായത്
നമ്മളൊരു യൂണിറ്റി പവർ ഫാക്ടർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു യൂണിറ്റി പവർ ഫാക്ടർ, ഓക്കെ. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ കോസ് ഫൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോസ് ഫൈ 1, അതായത് ഫൈ എത്രയാവണം? 0 ആയിരിക്കണം അല്ലേ? ഫൈ 0 ആയിരിക്കണം. അപ്പം അവിടുത്തെ ആംഗിള്, ഫേസ് ആംഗിൾ 0 ആണ്, അതായത് പവർ ഫാക്ടർ എത്രയാണ്? 1 ആണ്. അപ്പോൾ യൂണിറ്റി ഉള്ള സമയത്ത് യൂണിറ്റിയുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ആർ സർക്യൂട്ടാണ്. നിങ്ങൾ പ്യുവർ എൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്യുവർ സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം നമ്മൾ അത് കറണ്ടുമായിട്ട് എത്ര ലാഗ് അല്ലെങ്കിൽ എത്ര ലീഡ്, ഇപ്പോൾ കറണ്ട് ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ആണ് ബൈ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി. അതുപോലെ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി. ഓക്കെ. ഇനി അതല്ല നിങ്ങളൊരു RL സർക്യൂട്ടാണ് അല്ലെങ്കിൽ RC സർക്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം RLൽ എന്താണ്? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ സം ആംഗിൾ ഫൈ, ഏതോ ഒരു ആംഗിൾ ഫൈ. അതുപോലെ RCയിലാണെങ്കിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ സം ആംഗിൾ ഫൈ, സം ആംഗിൾ ഫൈ, ഏതോ ഒരു ആംഗിൾ. പക്ഷെ ഇവിടെ പ്യുവർ സർക്യൂട്ടുകളാകുമ്പോൾ കൃത്യം 90 ഡിഗ്രി തന്നെയുണ്ട്. പക്ഷെ നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട് ആകുമ്പോൾ ഏതോ ഒരു ആംഗിൾ എന്നുള്ളതാണ് ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്യുവർ സർക്യൂട്ടാണ്. പ്യുവർ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്യുവർ എൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ കോസ് ഫൈ എത്രയാണ്? കോസ് 90. കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഓക്കെ. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? √3 VL/IL കോസ് ഫൈ ആണല്ലോ. അപ്പം കോസ് ഫൈ നമുക്ക് 0 കിട്ടി. അപ്പം ഈ ടേം √3 VL × IL × 0, അതായത് പവറും എന്ത് തന്നെ കിട്ടും? 0 കിട്ടും. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, പവർ 0 ആണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പവർ ഫാക്ടർ എന്തായതുകൊണ്ടാണ്? പവർ ഫാക്ടർ 0 ആയതുകൊണ്ടാണ് നമുക്ക് പവറും എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. ഇത് നിങ്ങളോട് പ്യുവർ ഇൻഡക്റ്റീവിന് മാറ്റിയിട്ട് പ്യുവർ കപ്പാസിറ്റീവ് ആണെങ്കിലും സെയിം സംഭവം തന്നെയല്ലേ? കാരണം കപ്പാസിറ്റർ ആണെങ്കിലും നമ്മളെ ആംഗിൾ 90 ആണ്, പവർ ഫാക്ടർ 0 ആണ് വരിക. അതുകൊണ്ട് തന്നെ അവിടുത്തെ പവറും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ പവർ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയാലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയാലും പവറും 0 ആണ്, അതുപോലെ പവർ ഫാക്ടറും എന്താണ്? 0 ആണ്. ക്ലിയർ? അതാണ് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RMS വാല്യൂ ഓഫ് എ സൈൻ വേവ്. സൈൻ വേവിൻ്റെ RMS വാല്യൂ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. 0.707 ആണ് നമ്മുടെ RMS വാല്യൂ. അതുപോലെ 0.637 ആണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വാട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഹൈപ്പോട്ടിനസ് ഓഫ് എൻ ഇംപിഡൻസ് ട്രയാങ്കിൾ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിപ്പോൾ ഇത് ഫൈ ആണെങ്കിൽ ഇത് R, ഇത് X, ഇത് Z ആണ്. ഓക്കെ. ഇതാണ് അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിളാണ് ട്രയാങ്കിളിൻ്റെ. ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹൈപ്പോട്ടിനസ് ആരാ റെപ്രസെൻ്റ് ചെയ്യും? ഹൈപ്പോട്ടിനസ് ഈസ് റെപ്രസെൻറ്റ് ബൈ യുവർ ഇംപിഡൻസ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഇംപിഡൻസ്. ഓക്കെ. നെക്സ്റ്റ്, മാക്സിമം വാല്യൂ ഓഫ് പവർ ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കണം. മാക്സിമം വാല്യൂ എത്രയായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. അതിൻ്റെ അപ്പുറത്തോ അല്ല പോകാൻ വേണ്ടി പാടില്ല. ഇനി റെസിപ്രോക്കൽ ഓഫ് എ ടൈം പീരീഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം, ഇതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞത്. ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? ഫ്രീക്വൻസി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ സൈക്കിൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ. സൈക്കിൾ അറിയാം, നിങ്ങൾക്ക് പവർ ഫാക്ടർ അറിയാം, ഫോം ഫാക്ടർ എല്ലാം അറിയാം. അപ്പോൾ ഇത് റെസിപ്രോക്കലാണ് നമ്മുടെ എന്ത്? ഫ്രീക്വൻസി എന്നുള്ള കാര്യം. ടു എ ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എ സ്മോൾ കപ്പാസിറ്റൻസ് ഈസ് ആഡഡ് ഇൻ സീരീസ്. ഓക്കെ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് വിൽ. ഓക്കെ. അതായത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ആംഗിളാണ്, ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്യാണ്, പവർ ഫാക്ടർ എന്താവും? ഇംപ്രൂവ് ആവും അല്ലേ?
പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആവും. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ അല്ല ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആംഗിൾ, അതായത് ഫൈക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് നിങ്ങൾ നോക്കൂ, കോസ് 0ന്റെ വാല്യൂ എത്രയാണ്? 1. കോസ് 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√2. കോസ് 90 എന്ന് പറഞ്ഞാൽ, കോസ് 60 എന്ന് പറഞ്ഞാലോ, കോസ് 60 എന്ന് പറഞ്ഞാൽ യു വിൽ ബി കോസ് 30 എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഒരു വാല്യൂസ് എഴുതാം. കോസ് 01, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2, അതായത് 0.866. ദെൻ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2, അതായത് 0.5. ഇതിൻ്റെ ഇടയിൽ കോസ് 45 ഉണ്ടായിരുന്നല്ലോ, എന്നാൽ അത് എഴുതിയിട്ട് കോസ് 60 എഴുതാം. ഓക്കെ, കോസ് 45 എന്ന് പറയുന്നത് 1/√2, 0.707. കോസ് 60 എന്ന് പറയുന്നത് 1/2, അതായത് 0.5. കോസ് 90 എന്ന് പറയുന്നത് 0. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളെ ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 0, 30, 45, 60, 90. ആംഗിൾ കൂടി വരുവാണ്. അതായത് ആംഗിൾ ഈസ് ഇൻക്രീസിങ്. ആംഗിൾ കൂടുമ്പോൾ നിങ്ങളുടെ പവർ ഫാക്ടർ, ഇതാണല്ലോ അതിൻ്റെ വാല്യൂ, പവർ ഫാക്ടറിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ കൂടുമ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യുവാണ്? ഇവിടെ ആംഗിൾ ഇങ്ങനെ കൂടുന്നു, അതായത് 0-ന് 90 വരുന്നു. പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നു? പവർ ഫാക്ടർ 1-ൽ നിന്ന് 0-ലേക്ക് പോകല്ലേ. അതായത് ആംഗിൾ കൂടുന്നതനുസരിച്ച് പവർ ഫാക്ടർ എന്ത് ചെയ്യുവാണ്? കുറയുവാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അതായത് ഈ നിങ്ങൾ 0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ 90 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആംഗിൾ 0, നിങ്ങൾ 0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആംഗിൾ 1 ആണ്. ഓക്കെ, അതായത് നിങ്ങളെ ആംഗിൾ ഇപ്പം കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പം ഇഫ് ആംഗിൾ ഈസ് ഡിക്രീസിങ്, ആംഗിൾ 90-ന് 0-ലേക്ക് വരുന്തോറും നിങ്ങളുടെ പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നു? കൂടി വരികയാണ്. അതായത് ആംഗിളും പവർ ഫാക്ടറും രണ്ടും ഇൻവേഴ്സ്ലി ആണ് അല്ലേ. ആംഗിൾ കൂട്ടുന്തോറും പവർ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. അതിൻ്റെ പ്രൂഫാണിത്. ഓക്കെ, അപ്പം ചോദ്യം ഇവിടെ ആംഗിൾ ആണ്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കപ്പാസിറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ പവർ ഫാക്ടർ കൂടും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പവർ ഫാക്ടർ കൂടും, പക്ഷേ ആ ആംഗിൾ ഫൈ എന്ത് ചെയ്യും? കുറയും. അതായത് ആംഗിൾ ബിറ്റ്വീൻ ആ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നല്ല ക്വസ്റ്റ്യനാണിത്, കൺസെപ്ച്വലി ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ? അപ്പം ഇതാണ് അതിൻ്റെ പ്രൂഫ്, ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ അല്ലേ? ഫൈൻ. ദ ഹയസ്റ്റ് വാല്യൂ അറ്റൈൻഡ് ബൈ കറണ്ട് ഓർ വോൾട്ടേജ് ഹാഫ് സൈക്കിൾ. ഹയസ്റ്റ് വാല്യൂനെ നമ്മൾ പറയുക പീക്ക് വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എന്ന് പറഞ്ഞ് √2 അല്ലെങ്കിൽ 1.414 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് കുറവായിരിക്കും, പക്ഷെ എന്തായിരിക്കും? കറണ്ട് എന്താവും? കറണ്ട് വിൽ ബി മാക്സിമം. അത് സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലാണ്. ഇനി പാരലൽ സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളെ ഇമ്പിഡൻസ് എന്തായിരിക്കും? ഇമ്പിഡൻസ് വിൽ ബി മാക്സിമം ആൻഡ് യുവർ കറണ്ട് വിൽ ബി മിനിമം അല്ലേ. അപ്പം ആ ഒരു കാര്യം നമ്മളവിടെ പറഞ്ഞു തന്നതാണ്. ക്ലിയർ ആയിട്ട് അത് ഓർത്ത് വയ്ക്കുക. പവർ ഫാക്ടർ ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് വിൽ ബി യൂണിറ്റി. ഏത് സർക്യൂട്ടിൻ്റെ കേസിലാണ് പവർ ഫാക്ടർ യൂണിറ്റി? നമുക്കറിയാം, റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ്. ഇൻഡക്റ്റീവ് ആണെങ്കിൽ ലാഗ് ബൈ 90 ഡിഗ്രി, ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി ലീഡ് ഉണ്ടാവും അല്ലേ. അതായത് പവർ ഫാക്ടർ ഓർത്താൽ മതി. അതായത് നമ്മൾ കറണ്ട് കറണ്ട് ലാഗ് ചെയ്യുന്ന വോൾട്ടേജ് 90, ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുന്ന വോൾട്ടേജ് 90. പവർ ഫാക്ടർ രണ്ടിലും പ്യുവർ ഇൻഡക്ടർ അല്ലെ പ്യുവർ സർക്യൂട്ടാണെങ്കിൽ പവർ ഫാക്ടർ 0 നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പോൾ പവർ എന്താവും? 0 ആവും. പവർ ഫാക്ടർ യൂണിറ്റി ഉള്ളത് ഏത് സർക്യൂട്ടിന് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റീവ് സർക്യൂട്ട്. അടുത്തത് മാക്സിമം വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയാം. ഈ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊരു പീക്കാണ്, ഇത് പോസിറ്റീവ് പീക്കാണ്, ഇത് നെഗറ്റീവ് പീക്കാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ പീക്ക് ടു പീക്ക് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ വാല്യൂ ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് വാല്യൂ. ഫോർ എൻ AC സീരീസ് സർക്യൂട്ട് ഈസ് ഇലക്ട്രിക്കൽ റെസൊണൻസിലാണെങ്കിൽ എന്താ കണ്ടീഷൻ? XL = XC ആവണം. അതായത് XL എന്ന് പറഞ്ഞാൽ 2πf × L = 1/2πf × C. അതായത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒമേഗ വിൽ ബി 1/√LC, അല്ലെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസി വിൽ ബി = 1/2π√LC. ഇതിനാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. റെസൊണൻസിൻ്റെ കണ്ടീഷനാണ് XL = XC. ഈ റെസൊണൻസിൻ്റെ കണ്ടീഷൻ തന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മളൊരു RLC
സീരീസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സെഡിൻ്റെ വാല്യൂ എത്രയാണ്? √r² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പം ഇപ്പോൾ നമ്മൾ XL ഈക്വൽ ടു XC അല്ലേ, അതിവിടെ പുട്ട് ചെയ്യൂ. അപ്പോൾ ഈ XL XCയും ഈക്വൽ എന്ന് പറയുമ്പോൾ ഇത് 0 ആയി പോകില്ലേ. അപ്പോൾ എന്ത് വരും? √r², ദാറ്റ് ഈസ് വിൽ ബി R. അതായത് Z ഈക്വൽ ടു ആറും ഏതിൻ്റെ കണ്ടീഷനാണ്? റെസണൻസിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇത് റെസണൻസിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ, ഇത് റെസണൻസിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ. റെസണൻസിൽ പവർ ഫാക്ടർ എന്തായിരിക്കും? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos φ ഈക്വൽ ടു R/Z. ശരിയാണല്ലോ. നമ്മൾ റെസണൻസിൽ ആറും സെഡും ഈക്വലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ആറും ഇവിടെ സെഡിന് ഒരു 6 കൊടുത്താൽ പവർ ഫാക്ടർ വിൽ ബി 1. അതായത് പവർ ഫാക്ടർ cos φ ഈക്വൽ ടു 1 ഇൻ ദ കേസ് ഓഫ് എ റെസണൻറ്റ് സർക്യൂട്ട്. ക്ലിയർ? അപ്പോൾ ഒരു AC സീരീസ് സർക്യൂട്ട്, റെസണൻറ്റ് സർക്യൂട്ടിൽ 3 കണ്ടീഷനുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് XL ഈക്വൽ ടു XC, പിന്നെ Z ഈക്വൽ ടു R, പിന്നെ പവർ ഫാക്ടർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ XL ഈക്വൽ ടു എന്താണ്? XC എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇതിൽ 3 ചോദ്യത്തിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനുള്ള പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ദ റേഷ്യോ ഓഫ് റെസണൻറ്റ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇതിനാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം റെസണൻസ് ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇത് റെസണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. ഇപ്പോൾ 2 ഫ്രീക്വൻസി F1 F2 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത്. FR എന്ന് പറഞ്ഞ റെസണൻറ്റ് ഫ്രീക്വൻസി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. അതിൻ്റെ നമ്മൾ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്നുള്ളത്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഇനി ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ആ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കറണ്ട് എന്ത് ചെയ്യുവാണ്? വോൾട്ടേജിനെ ലാഗ് ചെയ്യുവാണ്. കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് ചോദിച്ചെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? വോൾട്ടേജ് എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. ടോട്ടൽ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ RL സീരീസ് സർക്യൂട്ട്. വി ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് നമ്മളൊരു R സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ്, പ്യുവർ അല്ലെങ്കിൽ ഒരു പ്യുവർ C ആണെങ്കിൽ അതിൻ്റെ പേരാണ് റിയാക്റ്റൻസ്. ഇനി RLO RCO RLCO ആണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? അതിൻ്റെ പേരാണ് ഇംപിഡൻസ് അല്ലേ. ആ ഓപ്പോസിഷൻ്റെ പേരാണെന്ത്? ഇംപിഡൻസ്. ദെൻ പവർ ഇൻ ആൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിലെ പവർ. ഓക്കെ, അപ്പോൾ AC സർക്യൂട്ടിലെ പവർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി VI cos φ. പവറിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? നമ്മുടെ VI cos φ അല്ലെങ്കിൽ √3 VLIL sin φ. രണ്ടായാലും കറക്റ്റാണ്. അടുത്തത് an alternating voltage is represented by E ഈക്വൽ ടു തന്നിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തരാണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. V is equal to VM sin ωt എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം V is equal to 141.4 into sin of 377 into T. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് അർത്ഥമാക്കാം നിങ്ങളുടെ VM, അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 141.4 ആണ്. നിങ്ങളുടെ ഒമേഗേൻ്റെ വാല്യൂ ആണ് എത്ര? 377. ക്ലിയർ അല്ലേ? ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം 2πf ആണ് ഒമേഗേൻ്റെ വാല്യൂ. അത് 377 ആണ്. 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു 7 ഈക്വൽ ടു 377. അതായത് എഫ് എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 377 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് യുവർ ആൻസർ ആസ്, നിങ്ങളുടെ ഉത്തരം എത്രയായിരിക്കും? നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആസ് ഇത് 6 ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യാം, എന്തുവേണമെങ്കിൽ ചെയ്യാം. കാരണം 2ഉം 3ഉം വരുമ്പോൾ ഒരു 6.5 അല്ലെങ്കിൽ 6 എന്നുള്ള ലെവലിലേക്ക് വരും. ആ 6 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 360, അതായത് 60 ഹെഡ്സ് ആണ് വരിക കേട്ടോ. 60 ഹെഡ്സ് അത് ഓർത്ത് വയ്ക്കുക. ഇത് ഡിവിഷൻ നിങ്ങൾ ചെയ്യുക കേട്ടോ. 377 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3.14 ചെയ്ത് യു വിൽ ബി ഗെറ്റിംഗ് 60 ഹെഡ്സ് ആർ യുവർ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ഇനി മാക്സിമം വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ വിളിക്കുന്ന പേരാണ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം വാല്യൂ ഇസ് ആംപ്ലിറ്റ്യൂഡ്. ഇനി ക്യൂ ഫാക്ടർ ഓഫ് എ കോയിൽ. ക്യൂ ഫാക്ടർ എന്നതിൻ്റെ ഇക്വേഷൻ ആണെന്ത്? ഇറ്റ് ഈസ് XL by R. We have already discussed many times this.
ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? XL/R ആണ് എന്നുള്ള കാര്യം ഓർക്കുക. RLC സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. ഈ കണ്ടീഷനുകളിൽ ഇതാണ്ട് XL > XC എന്നാണ്, അത് തെറ്റല്ലേ? XL = XC എന്നാണെങ്കിൽ കറക്റ്റാണ്. അതുപോലെ സീരീസിലുള്ള പുതിയ കണ്ടീഷനാണ് ഇത് R = Z. അപ്പോൾ 3 കണ്ടീഷനാണ്. ഒന്ന് പവർ ഫാക്ടർ എന്താവണം? യൂണിറ്റി ആവണം. പിന്നെ Z എന്താവണം? R ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ XL = എന്താണ്? XC ആവണം. അപ്പോൾ ഏത് വേണമെങ്കിൽ ചോദിക്കാം, അതിൻ്റെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. R = Z ആൻസർ. ആവറേജ് വാല്യൂ ഓൾറെഡി പറഞ്ഞു, എത്രയാണ്? 0.637 മാക്സിമം വാല്യൂ ആണ് നമ്മുടെ എന്ത്? ആവറേജ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എ കോയിൽ ഹാവ് ആൻ ഇൻഡക്റ്റൻസ്, അതായത് L തന്നിട്ടുണ്ട്, എത്ര? 0.1 ഹെൻറി. പിന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കാണാനുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ അറിയേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം XL കാണണം. XL = L × 2πf. ഓക്കെ, L = 2πf എന്നുള്ള കാര്യം കാണാം. അതിൻ്റെ അകത്തുനിന്ന് നമ്മളെന്ത് കാണണം? XL കാണണം. ഓക്കെ, അപ്പോൾ 0.1 × 2 × 3.14 × 50. ഓക്കെ, 50 എന്ന് പറയുന്നത് 50 × 2 നമുക്ക് 100 എടുക്കാം. 100 × 0.1 × 3.14, അപ്പോൾ 314 × 0.1, അതായത് 31.4 ആണ് നിങ്ങളുടെ എന്ത്? XL. ഓക്കെ, നിങ്ങളുടെ XL ആണ് എന്ത്? 31.4. ഓക്കെ, അപ്പം യുവർ ആൻസർ വിൽ ബി 31.4. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. XL ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. വാല്യൂ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കേട്ടോ. വാല്യൂ ഓഫ് യുവർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്, അത് 31.4 ആണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഫോളോയിങ് ആസ് ലീസ്റ്റ് വാല്യൂ ഓഫ് പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടറിൻ്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞു RMS വാല്യൂ ആവറേജ് വാല്യൂ ഒക്കെ 1 ആണ്. അതുകൊണ്ട് തന്നെ പീക്ക് വാല്യൂം കുറവായിരിക്കും. ഏതിൽ? സ്ക്വയർ വേവിലായിരിക്കും കുറവ്. ഓക്കെ, വിൽ ബി ലീസ്റ്റ് ഫോർ യുവർ സ്ക്വയർ വേവ്. RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി Im/√2. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ /√2 ആണ് അതിൻ്റെ ഉത്തരം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ റെസിസ്റ്റൻസ് ഓഫ് 6 ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ 8 ohm കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, ഫൈൻഡ് ദി ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് നമുക്കറിയാം, ഇതൊരു R സർക്യൂട്ടും C സർക്യൂട്ടും. RC സർക്യൂട്ടാണ്. അപ്പോൾ എപ്പോഴും ഉത്തരം എന്ത് വരും? ഇറ്റ് വിൽ ബി R² + XC². So your answer will be √6² + 8². It will be √36 + 64. √100. Answer will be 10. 10 ohm ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, 10 ohm ആണ് നമ്മുടെ ആൻസർ. Then last question. For a frequency of 100 Hz time period, നമുക്കറിയാം ഫ്രീക്വൻസി 100 Hz തന്നിട്ടുണ്ട്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1/f ആയിരിക്കും, അതായത് 1/100 ആയിരിക്കും. സോ യുവർ ആൻസർ വിൽ ബി 0.01 seconds. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് 0.01. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 13th ടെസ്റ്റിൻ്റെ സൊല്യൂഷനും ആൻസേഴ്സും അതിൻ്റെ സൊല്യൂഷനും. സോ കീപ് വാച്ചിങ്. We will be doing our solutions of our next video soon. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്ത സൊല്യൂഷൻ സെറ്റിലേക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.